നമ്മുടെ വോട്ടർ സെക്രട്ടറി കണ്ണൂരിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് എണ്ണ തീർന്നുകൊണ്ട് എണ്ണ അടിക്കാൻ കയറി. ചേട്ടാ സ്ഥലത്തിൻ്റെ പേരെന്താ? കുമ്പം. കുമ്പം. ഇപ്പോഴാണ് നമ്മൾ ഒരാൾ വോട്ടർ സെക്രട്ടറി കാണാറുള്ള ഒരാളെ കണ്ടത്. പേരെന്തേട്ടാ? പേര് മജ്നാസ്. കാണാറുണ്ടോ പരിപാടി? ഓ, പരിപാടി തീർച്ചയായും കാണാറുണ്ട്. നല്ല പരിപാടിയാണ്. നിങ്ങളെ സമ്മതിക്കണം, അവിടെ എല്ലാം പോയിട്ട് ഇങ്ങനെ പരിപാടി എടുക്കണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് ഒരു ബീഹാറിലെ പരിപാടിയൊക്കെ കണ്ടത്. അപ്പം ബീഹാറിലെ ഒരു പൊതു സാഹചര്യം നമ്മളെ നാടൊക്കെ കാണുമ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. ഇല്ല, കുറ്റം പറയുന്നല്ല, പിന്നെ നാടങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാവും. മുഴപ്പിളം കണ്ടോ ചേട്ടൻ? ആരാ ഭരിക്കുന്നത് അവിടെ? അവിടെ LDF. എങ്ങനെയുണ്ട് ഭരണം? ഭരണം അടിപൊളി, നല്ല. ആ, ഭരണ തുടച്ചുണ്ടാവോ? തീർച്ചയായും. LDF അല്ലേ? എന്തുകൊണ്ട് LDF അല്ലേ കേരളം ഭരിക്കാൻ? ആണോ? തീർച്ചയായും മൂന്നാമതും വരും. ഇത് ഏത് പഞ്ചായത്താ? ഇത് കൂടാടി പഞ്ചായത്ത്. കൂടാടി. ഇവിടെ ആരാ ഭരിക്കുന്നത്? LDF. ആണോ? ഇവിടെ LDF-ഉം UDF ആണ് മത്സരം. അവർക്ക് മാറി മാറി വരില്ല. മാറി വരില്ല. പഞ്ചായത്ത് രൂപീകരണം മുതൽ LDF. 3 സീറ്റ് UDF-ന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. 17 സീറ്റ് LDF-ന്. ഇപ്രാവശ്യം 2 വാർഡ് കൂടിയിട്ടുണ്ട്. UDF-ന് കൂടാനൊന്നും സാധ്യതയില്ല. LDF-നെ പറ്റി. BJP-ക്ക് കിട്ടുന്നില്ല വാർഡ്. നല്ല വികസന പ്രവർത്തനങ്ങൾ കൂടാടി ഗ്രാമപഞ്ചായത്തിന് നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കേരളത്തിന് മുഴുവനും എന്താ പറയുക, LDF തരംഗം തന്നെയാണ് ഉണ്ടാവുക. LDF തരംഗാന്ന്. നിങ്ങളൊക്കെ CPM ആയതുകൊണ്ട് പറയുന്നതാണോ? അതുകൊണ്ടൊന്നല്ല, പൊതുവെയുള്ള അഭിപ്രായം. കാരണം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആരും LDF-ന് കുറ്റം പറയില്ല. കാരണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, നടപ്പിൽ വരുത്തുന്നുണ്ട്. പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ പറയാം. വ്യത്യസ്തമായ അഭിപ്രായം പ്രതിപക്ഷ നേതാക്കന്മാർക്ക്. ഒരു ശരിയായ ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ കേരളത്തിലെ അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി അധികാരത്തിൽ വന്നാൽ UDF അഥവാ അധികാരത്തിൽ വന്നാൽ തന്നെ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ഇപ്പോഴേ തർക്കത്തിലാണ്. നമ്മളെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ എങ്ങനെയുണ്ട്? വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റെല്ലാം നല്ല സൂപ്പറാ. ആണല്ലേ? അഞ്ചരക്കണ്ടി പഞ്ചായത്തെല്ലാം നല്ല സൂപ്പറാ. പഞ്ചായത്ത് അവിടെ ഭരണമൊക്കെ മോശമല്ല. ആയിക്കോട്ടെ, ശരി. ഓക്കെ. യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, വോട്ടർ സെക്രട്ടറി കേരള എന്ന് പറഞ്ഞിട്ട്. അതിലെപ്പം വേണമെങ്കിലും കാണാൻ പറ്റും. അത് ഫേസ്ബുക്കിലാണെങ്കിലും ഉണ്ടാവും, ഇൻസ്റ്റയിലാണ് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. CPM-ന് കുറച്ചധികം സ്വാധീനമുള്ളൊരു മേഖലയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഈ മേഖലയിലൊക്കെ അവരുടെ അഭിപ്രായം ഭരണം കുഴപ്പമില്ല എന്നാണ്. ഇവിടുന്ന് നമ്മൾ മലയോര മേഖലയിലേക്ക് പോവാണ്. മലയോര മേഖലയിലെ ആളുകൾക്ക് എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്, അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് പറയാനുള്ളത് നോക്കല്ലേ വൈശ?